വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖിലാമിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലെ. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ. നമുക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, പഠിച്ചെടുക്കാനുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാടിനെ അറിയാം അല്ലെ, നോ യുവർ ലാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദാറ്റ് ഈസ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ് അല്ലെ. എന്താണെങ്കിലും ഈ ഏരിയയിൽ നിന്ന് എന്തുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് ഇത് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് നമ്മൾ പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്? എന്തിനെയാണ്? യെസ്, നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്, നമ്മളുടെ നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഉടമസ്ഥതയിലെ ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള സംരംഭങ്ങൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. കുറേ എക്സാമ്പിൾസ് നമ്മൾ ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഓരോന്ന് വീതം നോക്കാം അല്ലെ. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ സ്കൂൾസ് അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ നോക്കാം അല്ലെ. എന്തുകൊണ്ടാണ് ഇതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത്? നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പബ്ലിക് സ്കൂൾസ് അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇങ്ങനെയുള്ള സ്കൂൾസ് അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഫണ്ടോട് കൂടിയായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ഫീസ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ എന്തായിരിക്കും, കുറവായിരിക്കും. അത് ഒന്നുകിൽ കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് ആവാം, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന സർക്കാരാവാം, അതല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്നതാവാം, അല്ലെങ്കിൽ സർക്കാരിന്റെ ഫണ്ടോട് കൂടിയിട്ടുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെ, ഓട്ടോണോമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് നടക്കുന്നതാവാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ ഫണ്ടിങ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കീഴിലായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പൊതുവിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് സ്കൂൾസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി ഈ പറഞ്ഞിട്ടുള്ള സ്കൂൾസ് മാത്രമാണോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ വരുന്നത് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ട് മാറുന്നത്? ഒരിക്കലും അല്ല അല്ലെ. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ പോലീസ് സ്റ്റേഷൻ, നമ്മുടെ ലൈബ്രറി, അവിടെയുള്ള റേഷൻ ഷോപ്പ് അല്ലെ, റേഷൻ കടകൾ, നമ്മുടെ ബാങ്കുകൾ, നമ്മുടെ ഹോസ്പിറ്റൽസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ആണ് അല്ലെ. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ജനങ്ങളുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷൻ നോക്കാം അല്ലെ. പോലീസ് സ്റ്റേഷൻ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? കാര്യമായിട്ട് നമുക്കറിയാം അല്ലെ, മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം പാലിക്കുന്നു അല്ലെ. പോലീസ് സ്റ്റേഷന്റെ ഒരു ധർമ്മമാണ് അത്. പോലീസ് സ്റ്റേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ഒരു ഫംഗ്ഷൻ ആണത്. അടുത്തത് എന്താണ്? യെസ്, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നുണ്ട് അല്ലെ. നമ്മുടെ ലൈഫിനും നമ്മുടെ പ്രോപ്പർട്ടിയും ഒക്കെ സംരക്ഷിക്കുന്നത് യെസ്, അതും ആരുടെ ഉത്തരവാദിത്വമായിട്ടാണ്? പോലീസ് സ്റ്റേഷൻ അല്ലെ. ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലൂടെയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, വില്ലേജ് ഓഫീസ് അല്ലെ. വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലാൻഡ് റിലേറ്റഡ് ആണ് അല്ലെ, എപ്പോഴും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പൊതുഭൂമിയുടെ സംരക്ഷണം അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ലാൻഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഭൂവിനിയോഗം അല്ലെ, ലാൻഡ് യൂട്ടിലൈസേഷൻ, ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി അല്ലെ, രജിസ്റ്റർ കൈമാറ്റം, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വില്ലേജ് ഓഫീസും എന്താണ്? ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അടുത്തത് പ്രധാനപ്പെട്ടതാണ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽസ്, നമ്മുടെ ആശുപത്രികൾ എന്ന് പറയുന്നത്. ഒരുപാട് സേവനങ്ങൾ അല്ലെ, ഒരുപാട് സേവനങ്ങൾ ആശുപത്രിയിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്നില്ലേ? എന്തൊക്കെയാണ്? യെസ്, എമർജൻസി റൂം സർവീസസ് അല്ലെ. പെട്ടെന്ന് ഒരു ആവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ, അപകടങ്ങൾ വരുന്ന സമയത്ത്, എന്താണെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിനെ അല്ലേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ അവിടെ എന്തുണ്ടാവാം? ഹോസ്പിറ്റലൈസേഷൻ അല്ലെ, ആശുപത്രി വാസം, അവിടെ അഡ്മിറ്റ് ആവാറൊക്കെ ഉണ്ട് നമ്മൾ. യെസ്, എക്സ്റേ, റേഡിയോ ടെക്നോളജി, അതൊക്കെ അതിന്റെ ഒക്കെ സർവീസ് അല്ലെ, അതിന്റെ ഒക്കെ സേവനങ്ങൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. സർജറീസ് അല്ലെ, ഒരുപാട് ശസ്ത്രക്രിയാ സേവനങ്ങൾ നമുക്കറിയാം. ഓരോ ദിവസവും എന്താണ് കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല രീതിയിൽ അല്ലെ. പുതിയ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സർജിക്കൽ സർവീസസ് അല്ലെങ്കിൽ ശസ്ത്രക്രിയാ സേവനങ്ങളൊക്കെ ജനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രിനെ
നമുക്ക് എന്ത് പറയാം? ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു പൊതു സ്ഥാപനമാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രീതിയിൽ ഓരോ കാര്യങ്ങളിലെ ഓരോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സേവനങ്ങളെ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? പട്ടികപ്പെടുത്താൻ പറ്റും. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാടിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അവിടെയൊക്കെ നമ്മളെ കരുത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഐക്യമാണ് അല്ലെ? യൂണിറ്റി ആണ്. പീപ്പിളിന്റെ ഇടയിലുള്ള യൂണിറ്റി ആണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ആലോചിച്ച് വെക്കുക. അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയും അല്ലെ അതിന്റെ ടോപ്പിക്കും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.